ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഓരോ മണ്ഡലങ്ങളിലെയും കൂട്ടലും കിഴിക്കലും ഒക്കെ നടത്തി കഴിയുമ്പോൾ LDF-നെ സംബന്ധിച്ചിടത്തോളം കുന്നത്തുനാട് മണ്ഡലം ഏകദേശം കൈവിട്ട അവസ്ഥയിലായിരുന്നു. പക്ഷേ കുന്നത്തുനാട്ടിൽ പാർട്ടിയെ തിരുത്തി അവിടെ സ്ഥാനാർത്ഥി PV ശ്രീനിജൻ രംഗത്തെത്തുകയാണ്. അവിടെ 2020-ൽ നിന്നും കോൺഗ്രസിൽ നിന്നും ഉൾപ്പെടെ തനിക്ക് വോട്ട് ലഭിച്ചിട്ടുണ്ട്. ആ വോട്ട് തനിക്ക് ലഭിച്ചു എന്നുള്ള കാര്യം തനിക്ക് മാത്രമേ അറിയൂ. താൻ തന്നെ വിജയിക്കും. അദ്ദേഹം ആദ്യമായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. 584 വോട്ടിന് മുകളിൽ ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്നുള്ളതായിരുന്നു ആദ്യത്തെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പിന്നീട് അതിൽ ഒരു 0 കൂടാമെന്നുള്ള പ്രതികരണവും PV ശ്രീനിജൻ നടത്തിയിട്ടുണ്ട്. ഞാൻ ഇതായിട്ട് യാതൊരു ബന്ധമില്ലാത്ത സർവേ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്ന ആളുകൾക്കും ചാനൽ റിപ്പോർട്ടർമാർക്കും ചാനൽ അവതാരകർക്കും അവർക്കൊരു കണക്ക് വെച്ചിട്ട് കുന്നത്താടില് ഞാൻ ജയിക്കില്ലെന്നാണല്ലോ നിങ്ങളെല്ലാരും വിലയിരുത്തുന്നത്. പാർട്ടി കണക്കിൽ പിന്നിലായിരുന്നില്ലേ? UDF-ന് മുൻതൂക്കമുള്ളൊരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ പാർട്ടി വോട്ടുകൾ കിട്ടിയോണ്ട് മാത്രം ഒരു സ്ഥാനാർത്ഥി ജയിക്കണമെന്ന് ഞാൻ ഈ 5 വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങളും കൂടാതെ കോൺഗ്രസിൽ നിന്ന് കുറച്ച് വോട്ടുകളും 2020-ൽ നിന്നുള്ള കുറച്ച് വോട്ടുകളും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ ഒരു കോൺഫിഡൻസ്. കാരണം ആ കിട്ടിയ വോട്ടുകൾ എനിക്ക് മാത്രമേ അറിയുള്ളൂ. അത് പാർട്ടി കണക്കുകളിൽ വരാത്ത വോട്ടുകളാണ്. ഈ 554-ന് മുകളിൽ എന്നാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. വേണമെങ്കിൽ അതിൽ ഒരു പക്ഷെ ഒരു 0 കൂടി കൂടാം. ആ ഒരു കണക്കാണ് കൃത്യമായിട്ട് ഞാൻ എൻ്റെ FB പോസ്റ്റിലൂടെ പങ്കുവച്ചത്. 554-ന്റെ കണക്ക് എന്താണ്? അത് ഞാൻ ഇലക്ഷൻ കഴിഞ്ഞിട്ട് പറയാം. ഈ വോട്ടെണ്ണൽ കഴിഞ്ഞതിന് ശേഷം